ഒരു കൗമാരക്കാരായുള്ള മക്കളുള്ള പല പാരൻസും പറയുന്ന ഒരു പരാതിയുണ്ട്. മക്കള് നമ്മൾ പറയുന്ന അനുസരിക്കുന്നില്ല, അവരുടെ വഴിക്കാണ്, അവര് വേറെ എന്തോ കാര്യങ്ങളൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ മോശം കാര്യങ്ങളാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് പാരൻസ് പറയുന്നത്. വലിയൊരു കോൺഫ്ലിക്റ്റ് അവിടെ ഉള്ളത്. ഇവിടെ ഒരു ഹ്യൂജ് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. പണ്ട് കാലത്ത് നാമും നമ്മളുടെ പാരൻസുമായിട്ടുള്ള ജനറേഷൻ ഗ്യാപ്പ് പോലെയല്ല പുതിയ തലമുറയുടെ ജനറേഷൻ ഗ്യാപ്പ്. കാരണം ലോകം അതിവേഗം മാറുകയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാറ്റത്തിന്റെ ഒരു ഗതിവേഗം വളരെ സ്ലോ ആയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് വളരെ ഫാസ്റ്റ് ആണ്. ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തില് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഹ്യൂജ് ജനറേഷൻ ഗ്യാപ്പാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ട്, പാരന്റ്സ് അപ്ഡേറ്റ് ആയിക്കൊണ്ട് ഈ പറയുന്ന ഒരു ന്യൂ ജനറേഷന്റെ കൂടെ എത്താൻ ശ്രമിക്കുക എന്നുള്ള പറയുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ലോകം മാറുന്നത്, എങ്ങനെയാണ് കാഴ്ചപ്പാടുകൾ മാറുന്നത്, എങ്ങനെയാണ് കരിയറുകൾ മാറുന്നത്, എങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ മാറുന്നത്, ഒക്കെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഈ പറയുന്ന ഒരു ന്യൂ ജനറേഷനായിട്ടൊരു ക്ലാഷിന് നമ്മൾ പോയിട്ട് കാര്യമൊന്നുമില്ല. ന്യൂ ജനറേഷൻ നമ്മൾ ചേർത്ത് പിടിക്കുക. നമ്മൾ ചേർത്ത് പിടിക്കുന്ന സമയത്ത് ഈ ജനറേഷൻ നമ്മളുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ കൂടി അപ്ഡേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തും. അല്ലെങ്കിൽ അവര് പതിയെ സ്ലിപ്പ് ചെയ്തു പോകും, നമ്മളുടെ കയ്യിൽ നിന്ന് സ്ലിപ്പ് ചെയ്തു പോകും. അവരെ പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അവരെപ്പോഴും കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ആവാത്ത പാരന്റ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയ പാരന്റ്സ് എന്നാണ് അവർ ചിന്തിക്കുക. അപ്പൊ ന്യൂ ജനറേഷൻ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കുകയും അവർക്ക് ധാർമ്മിക മൂല്യം പകർന്നു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ന്യൂ ജനറേഷനെ നമ്മൾ ബ്ലോക്ക് ചെയ്യല്ല ചെയ്യേണ്ടത്. പലപ്പോഴും പല സമയത്തും നമ്മുടെ പാരന്റ്സ് ചെയ്യുന്നത് എന്താണ്, അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി, അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലോകത്തെ നമ്മൾ ബ്ലോക്ക് ചെയ്യുക. അവരുടെ ചിന്തകളെ നമ്മൾ മുറിക്കുക ചെയ്യുക. അവരുടെ ചിന്തകളെ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ചിന്തകൾക്ക് അനുസരിച്ച് മുറിക്കുക ചെയ്യുക. നമ്മളെപ്പോഴും അവർ ചിന്തിക്കുന്ന പുതിയ കരിയർ മേഖലകളെ കുറിച്ചൊന്നും നമ്മൾക്ക് അറിവ് പോലും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരിക്കലും അവരെ അതിന് അനുവദിക്കുന്നില്ല. നമ്മൾ പറയുന്നത് ഒരു ഡോക്ടർ ആയാലാണ് നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവുക, ഒരു എഞ്ചിനീയർ ആയാലാണ് നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവുക എന്ന് പറയുന്ന ആ ഒരു പഴയ തോട്ട് പ്രോസസ്സിലാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ന്യൂ ജനറേഷന്റെ രീതിയിൽ ചിന്തിക്കുക, ന്യൂ ജനറേഷൻ ചിന്തിക്കുന്ന രീതിയിൽ അവരെ പ്രചോദിപ്പിക്കുക. ആ ഒരു രീതിയിൽ അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് അവരെ നമ്മൾ കോൺഫിഡൻസ് കൊടുത്ത് അവരെ കൂടെ നിൽക്കുക. അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, അങ്ങനെയുള്ള ഡെവലപ്മെന്റൽ പ്രോഗ്രാമുകളാണ് ആക്ച്വലി നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അല്ലാതെ സ്കൂളിൽ പോയി എല്ലാം പഠിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ് അല്ല നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഈ സ്കൂളിലും കോളേജിലും പോയി കഴിഞ്ഞാൽ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ആ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഒരു മോഡലിലൊക്കെ പഠിക്കുന്ന തലമുറ ഒരിക്കലും ഒരു പുതിയ രീതിയിൽ ചിന്തിക്കില്ല. അപ്പൊ അതുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അവർക്ക് നൽകാൻ കഴിയുമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ നൽകുക. അങ്ങനെയുള്ള പ്രോഗ്രാംസ് നൽകുന്ന സമയത്ത് അവർക്കൊരു ഡിഫറെന്റ് ഇൻസൈറ്റ്സ് കിട്ടും. അപ്പൊ അതുപോലെയുള്ള പ്രോഗ്രാംസ്, ഇപ്പൊ ഹാഷ്പിച്ചു സ്കൂളൊക്കെ നമ്മൾ സൂപ്പർ കിഡ്സ് പോലെയുള്ള പ്രോഗ്രാമിലൂടെ അങ്ങനെയുള്ള ഇൻസൈറ്റ്സ് ആണ് നൽകുന്നത്. കാരണം പുതിയ തലമുറക്ക് വേണ്ടത് ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഒരുപാട് അറിവോ ഒന്നുമല്ല. അവർക്ക് വേണ്ടത് കുറെ കാര്യങ്ങൾ വ്യത്യസ്തമായി എങ്ങനെ ലോകത്തെ നോക്കിക്കാണാം, ലോകം എങ്ങനെ മാറുന്നു എന്ന് മനസ്സിലാക്കാം, സ്വന്തം സെൽഫ് എക്സ്പ്ലോറേഷൻ നടത്തി എങ്ങനെയാണ് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുക, മാറുന്ന ലോകം എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് മാറാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സാണ്. ഈ തോട്ട് പ്രോസസ്സുകൾ നൽകുന്ന ഒരു തലമുറ മാത്രമാണ് മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിന് ഉപകാരപ്പെടുന്ന, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, ഫാമിലിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു തലമുറയായിട്ട് വളരുകയുള്ളൂ.